I'm going to tell you a story. The crime rate in the city is on the rise. Okay, അപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് on the rise. So something is increasing on the rise. But the police, come on, but the police, but the police, but the police, but the police are not lifting a finger about it. A finger about it. അതർത്ഥം ലിഫ്റ്റ് എ ഫിംഗർ അബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സംതിങ് എന്ന് പറഞ്ഞാൽ ടു ഡു നത്തിങ് ടു ഹെൽപ്പ്. ടു ഡു നത്തിങ് ടു, ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയില്ല. ഒരു വിരൽ പോലും ഉയർത്തുന്നില്ല എന്ന് പറയില്ലേ? ഒരു വിരൽ പോലും ഉയർത്തുന്നില്ല. ബിക്കോസ് they are in cahoots with the criminals. In cahoots. But because they are in cahoots. Cahoots എന്ന് പറഞ്ഞാൽ ആ അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് പറയില്ലേ? ഇൻ കഹൂത്ത്സ് വിത്ത് ക്രിമിനൽസ്. പറഞ്ഞേ ഇൻ കഹൂത്ത്സ് വിത്ത് ക്രിമിനൽസ്. അപ്പോൾ ഇൻ കഹൂത്ത് വിത്ത് ക്രിമിനൽസ് ആ ഒരു ഫ്രേസ് ആയിട്ട് അങ്ങനെ എഴുതി വെച്ചോളൂ. അവർ തമ്മിലുള്ള അന്തർധാര എന്ന് പറയില്ലേ? വിച്ച് മീൻസ് അവരുടെ അറിവോടെ വീണാണ്, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു അതിൻ്റെ കറക്റ്റ് മലയാളം എന്തായിരിക്കും? cahoots with animals. I'll tell you. I'll say it later. അപ്പോൾ in cahoots with the criminals എന്ന് പറഞ്ഞാൽ the police are in cahoots with the criminals. ഇവിടെ politicians are in cahoots with police are in cahoots with everybody. So yeah, okay. And this makes my blood boil. എന്താർത്ഥം? This makes my blood boil. എന്താർത്ഥം? ഇതെൻ്റെ ചോര തിളപ്പിക്കുന്നു. I get angry. I get angry. So ഏതൊക്കെ ഫ്രേസ് പഠിച്ചു? പറയാം. ഫസ്റ്റ് വൺ, on the rise. I lift a finger about something. അല്ലേ? Lift a finger. Then last third one. In cahoots. In cahoots. പുതിയൊരു കുറച്ച് കട്ടിയുള്ള വാക്കാണ്. In cahoots with the criminals എന്ന് പറഞ്ഞാൽ ക്രിമിനലുമായിട്ടുള്ള ഒരു അവിശുദ്ധ ബന്ധമുണ്ട്. ഓക്കെ. In cahoots with the criminal. In cahoots with the criminal. And the last one. My blood boils. എൻ്റെ ചോര this makes my blood boil. അപ്പോൾ make something boil your blood എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കുന്ന അർത്ഥം. which means to makes you angry. അപ്പോൾ 4 ഫ്രേസ് പഠിച്ചു.